ഹലോ ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ മോള് മദർസക്ക് പോകാൻ മാറ്റിക്കാണ്. മോനിന് സുഖമില്ലാത്തതുകൊണ്ട് എന്നെ പറഞ്ഞയച്ചിട്ടില്ല. മോള് പോയതിൻ്റെ പിന്നെ നമ്മൾ നാഷ്ട പരിപാടിക്ക് നിന്നിട്ടോ. നാഷ്ടക്ക് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചോറ് കുക്കറിൽ ഒന്ന് തിളക്കാൻ വേണ്ടി വെച്ചു, മാപ്പിളക്ക് കൊണ്ടുപോകാൻ വേണ്ടി ടിഫിനിലേക്ക്. അപ്പോൾ ചിരട്ടപ്പുട്ടാക്കാമെന്ന് വിചാരിച്ചു. രണ്ടും ഒരേ ടൈമിങ്സിലാവുമല്ലോ ആവിക്ക് വെച്ചാൽ. അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു. പിന്നെ ഇനി ചായ ആക്കാട്ടോ ടിഫിനിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചായ ആക്കി. പുട്ടിനുള്ള കറിയാണ് കേട്ടോ അത് കാണിച്ചത്. പച്ചക്കറി മീൻ കടലക്കറിയാണ് കേട്ടോ. പുട്ടിന് കടലക്കറിയാണല്ലോ കോമ്പിനേഷൻ. അപ്പോൾ സോറി, നിങ്ങൾക്ക് കുറച്ച് സൗണ്ട്, പുറത്തത്തെ സൗണ്ട് ഇതിൽ കേൾക്കുന്നുണ്ടാവും. മക്കളൊക്കെ നമ്മളെ തേനത്തി ഇളക്കുന്നുണ്ട് കൂടിയിട്ട്. അപ്പോൾ അവരെ അങ്ങനെ കുറച്ച് കച്ചറാണ് കേട്ടോ സൗണ്ട്. അപ്പോൾ അങ്ങനെ മാപ്പിള നാഷ്ട പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെന്താക്കി, ചോറ് ടിഫിൻ പാക്ക് ചെയ്തു. അവർക്ക് മക്കൾക്ക് ടിഫിൻ വേണ്ട, മക്കൾക്ക് ഇന്ന് ഉച്ചവരെ ഉള്ളൂ, ലഞ്ച് വേണ്ട, സ്നാക്സ് മാത്രം മതി. അപ്പോൾ ഒരാളെ പോകുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഹസ്ബൻഡിനുള്ള ടിഫിനൊക്കെ റെഡി ആകുമ്പോഴത്തേക്കും മോൻ എണീച്ചിട്ട് ഇന്ന് മൂപ്പറിൽ നല്ല മൂഡിലാണ്. അല്ലെങ്കിൽ എപ്പോഴും എണീക്കുമ്പോൾ കരഞ്ഞിട്ടൊക്കെയാണ് എണീക്കുക. ഉമ്മ ഇങ്ങോട്ട് വാങ്ങുമ്പോൾ എന്നെ ഇങ്ങോട്ടാണ് വിളിക്കാറ്. അപ്പോൾ അത് ചോറിന് മേലെ വായൻ്റെ വെച്ചിട്ട് അതിമാണിട്ട് നമ്മൾ മീൻ പൊരിച്ചിടുന്നു. അങ്ങനെ ഹസ്ബൻഡിനുള്ള എല്ലാതും പാക്ക് ചെയ്തു. ഓലെ പറഞ്ഞേക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ എന്താക്കി മോക്ക് സ്നാക്സിന് കൊടുത്തേക്കാൻ വേണ്ടി കായും വാട്ടി വെച്ചു. അപ്പോൾ അങ്ങനെ മാപ്പിളക്കുള്ള പാക്കിങ് ആകേണ്ടത് എപ്പോഴും രാവിലത്തെ പരിപാടിയാണ്. ഇത് മാപ്പിളക്കുള്ളാക്കി കൊടുക്കുക, അങ്ങനെ പാക്കാക്കി കൊടുക്കേണ്ട അവരെ പറഞ്ഞേക്കുക. പിന്നെ മോക്ക് സ്കൂൾക്ക് പറഞ്ഞേക്കുന്ന ആ പരിപാടി. അപ്പോൾ അത് കായ് വാട്ടിയ മോക്കുള്ള സ്നാക്സിന് റെഡിയാക്കി. ഒരാൾക്ക് മാത്രം മതിയല്ലോ, അപ്പോൾ ഒരു കായ് മാത്രമേ ആക്കിയിട്ടുള്ളൂ. അങ്ങനെ മോളെ പറഞ്ഞേക്കുമ്പോൾ മോൾ ഇനിയും വന്നിട്ടില്ല, മദർസിലാണ്. അപ്പോഴേക്കും മോന് ഇതവർ വായി തുറക്കാൻ വഴി ആ കൊടുത്ത പുട്ടൊന്നും ഓൻ തിന്നിട്ടില്ല കേട്ടത്. അങ്ങനെ ചാടി വേസ്റ്റ് ചെയ്തു. എന്നിട്ട് അത്രയ്ക്ക്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഹസ്ബൻഡ് പോകാമെന്ന്. എന്നിട്ട് പിന്നെ ഓല് പോയി കഴിഞ്ഞിട്ട് മതി വേറെ പരിപാടി എന്ന് വിചാരിച്ചു. അപ്പോൾ ഓല് പോയതിൻ്റെ ഇടയിൽ ഞാൻ എന്താക്കി മോക്കുള്ള ബാഗ് റെഡിയാക്കി. അവൾക്കങ്ങനെ സ്നാക്സൊക്കെ വെച്ചു കൊടുത്തു. പക്ഷെ ഞാനിതിൽ റെഡിയാക്കിയാൽ ഓള് കൊണ്ടുപോയ ബാഗ് ഇതൊന്നും അല്ല കേട്ടോ. അവള് വേറെ ബാഗൊക്കെ കൊണ്ടുപോയി വന്നിട്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഓള് വേറെ കൊണ്ടുപോയി. അപ്പോഴത്തേക്ക് കുട്ടിക്ക് നാശിച്ചു കൊടുത്തു. മോളെ കൂട്ടാൻ ഏട്ടനാണ് കേട്ടോ പോയ. അനിയത്തി ഏട്ടനാകട്ടെ ഈ വരുന്ന സൈക്കിളാണ് ഒരു പൊതുവെ പോക്ക്. ഇന്ന് പിന്നെ ഒറ്റക്കായും കൂടി ഞാൻ സൈക്കിളിൽ പറഞ്ഞിട്ടില്ല, മോനെ പറഞ്ഞിട്ട് കൂട്ടിയിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓളങ്ങനെ വന്ന് സ്കൂളിലേക്കെല്ലാം മാറ്റി റെഡിയായി നാഷ്ടാക്കി. പിന്നെ ഓള് പോയതിൻ്റെ ശേഷമാണ്, പോകുന്നതിൻ്റെ മുമ്പത്തെ അടിച്ചവാറിലാണ് കേട്ടോ ഞാൻ. ഓള് തിന്ന് കഴിഞ്ഞതിന് ശേഷം അടിച്ചവാരാൻ നിന്നു. അപ്പോഴത്തേക്ക് മക്കൾ വരാൻ ആട്ടൊക്കെ കാത്തിക്കാൻ തുടങ്ങി. അവിടെ നിന്നൊക്കെ 6 മക്കളുണ്ട് കേട്ടോ നമ്മളിവിടുന്ന്. അപ്പോൾ മക്കളൊക്കെ പുറത്ത് നിന്നു. പിന്നെ മോള് പോയതിൻ്റെ ശേഷമാണ് ഞാൻ തുടക്കാൻ നിന്നത്. അങ്ങനെ തുടക്കലും അടിക്കലൊക്കെ കഴിഞ്ഞു. മോനെ അംഗനവാടി പറഞ്ഞേക്കാൻ വേണ്ടി നിന്നിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകണേന്ന്. അപ്പത്തുകൊണ്ട് വേഗം പണിയെടുത്ത് മോനെ മൂത്തോനെ ആശുപത്രി പോകണമല്ലോ, കൂട്ടിയിട്ട് പോകണം. അപ്പം അങ്ങനെ മോനെ അംഗനവാടി കൊണ്ടാക്കാൻ പോവുകയാണ്. പിന്നെ എൻ്റെ അനിയനുണ്ട്, ഓന് എണീച്ചിട്ടില്ലായിരുന്നു. സമയം കണ്ടല്ലോ, ആ സമയത്തിന് മോനെ എണീച്ചിട്ടുണ്ടായിട്ടില്ല. പിന്നെ മോനെ അംഗനവാടിക്ക് മാറ്റി. മോന് പോകാൻ നേരത്തെ നിങ്ങൾക്ക് തിന്നാൻ കൊടുത്തിട്ട് പറഞ്ഞേക്കുള്ളൂ. അപ്പോൾ അത് ഇന്നിപ്പോൾ ബന്നാണ് കൊടുത്ത്. രാവിലെ നാഷ്ടക്കെല്ലാം കൊടുത്തിരുന്നു. ഇന്ന് ബന്നോ ഹോർലിക്സാണ് കൊടുത്തത്. അപ്പോൾ അതാ അനിയനെ ഇനിയും എണീച്ചിട്ടില്ല, പോലെ കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളത്. അംഗനവാടി പോവുകയാണ് കേട്ടോ. എല്ലാവർക്കും